ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്ന് ഹെർപ്പിസ് സോസ്റ്റർ അല്ലെങ്കിൽ ഞരമ്പ് ചൊള്ള എന്നുള്ള അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. പല ഭാഗങ്ങളും പല പേരിലായിട്ട് ഇത് അറിയപ്പെടും. ചില ആള് അസ്ഥിക്കുരുപ്പ്, ഞരമ്പ് ചൊള്ള, സോസ്റ്റർ, ഹെർപ്പിസ് സോസ്റ്റർ, ഇങ്ങനെ പല പേരുകളിലും ഇത് അറിയപ്പെടുന്നു. ഇത് നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗത്തായിട്ട്, ഉദാഹരണം നമ്മുടെ ഈ ചെസ്റ്റിന്റെ ഭാഗത്തായിട്ട്, അല്ലെങ്കിൽ കണ്ണിലോ അല്ലെങ്കിൽ ഈ മുഖത്ത് ഫേസിൽ, അല്ലെങ്കിൽ നമ്മുടെ വയറിന്റെ ഭാഗത്ത്, അല്ലെങ്കിൽ കാലില്, ഇങ്ങനെ ഒരു ഞരമ്പുകളിൽ ഇങ്ങനെ നമ്മുടെ ഈ തൊലിപ്പുറമുകളിൽ ഇങ്ങനെ പൊള്ളായിട്ട് ഒരു ലീനിയർ ഒരു ലൈനിൽ ഇങ്ങനെ ഡെർമറ്റോം എന്നറിയാം. ഓരോ ഞരമ്പിന്റെ സൈഡിലൂടായിട്ട് വരുന്ന ഈ ഒരുതരം വൈറസ് ഇൻഫെക്ഷനാണ് ഹെർപ്പിസ് സോസ്റ്റർ. സോസ്റ്റർ വൈറസ് എന്നുള്ള വൈറസ് ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ചിക്കൻ പോക്സ് ഉണ്ടായ ആളുകൾ ഇത് കുറെ കാലം കഴിഞ്ഞ് പല കാരണങ്ങളാൽ, ഉദാഹരണം പറയാം, അവർക്ക് ഇമ്മ്യൂണോ സപ്രസ്ഡ് പലതരം മരുന്നുകൾ കഴിക്കുക, ക്യാൻസറിന്റെ മരുന്ന് കഴിക്കുക, ഡയബറ്റിസ് ഉണ്ടാവുക, HIV, എയ്ഡ്സ്, സ്റ്റീറോയിഡുകൾ, അല്ലെങ്കിൽ ആൾ ക്ഷീണിച്ചു പോവുക, ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഈ വൈറസ്, നമ്മുടെ ചിക്കൻ പോക്സ് വൈറസുകൾ നമ്മുടെ ഞരമ്പുകളിൽ അതിങ്ങനെ വസിക്കുന്നുണ്ടാവും. അത് പെട്ടെന്ന് അതിനൊന്നുകൂടി റീആക്ടിവേഷൻ, ഒന്നുകൂടി ഒരു പുനരുദ്ധാരണം വന്നിട്ട് ഈ വൈറസ് നമ്മളെ ഞരമ്പിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് തൊലിപ്പുറത്തെത്തി അവിടെ ഇങ്ങനെ പൊള്ളായിട്ട് വളരെ ബേണിംഗ് സെൻസേഷൻ, അതായത് വേദനയും പുകച്ചിലും ഒരു രണ്ടോ നാലോ ദിവസം വന്ന ശേഷം ഇങ്ങനെ തൊലിപ്പുറം ഇങ്ങനെ പൊള്ളായിട്ട് വരുന്ന ഈ അവസ്ഥാവിശേഷത്തിന്റെ പേരാണ് ഹെർപ്പിസ് സോസ്റ്റർ അല്ലെങ്കിൽ ഞരമ്പ് ചൊള്ള. ഇത് ഏകദേശം അമേരിക്കയിലെ പഠനം അനുസരിച്ചിട്ട് ഓരോ കൊല്ലം 10 ലക്ഷം പേർക്കുണ്ടെന്നാണ് കണക്ക്. അതായത് അവരുടെ ടോട്ടൽ പോപ്പുലേഷന്റെ 15%. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 30-40 ലക്ഷം അല്ലെങ്കിൽ അരക്കോടി ആൾക്കെങ്കിലും ഓരോ കൊല്ലവും ഈ ഹെർപ്പിസ് സോസ്റ്റർ ഉണ്ടാവുന്നുണ്ട്. ഇത് പല ഭാഗത്തായിട്ട് വരാം. ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ ഈ ചെസ്റ്റിന്റെ ഭാഗത്താണ്, നമ്മുടെ തൊറാസിക് ഡെർമറ്റോംസ് പറയും. പിന്നെ വരുന്നത് നമ്മുടെ മുഖത്ത്, അതായത് ഹെർപ്പിസ് സോസ്റ്റർ ഒഫ്താൽമിക്കസ്, അതായത് ഈ കണ്ണിന്റെ ഭാഗത്തും അല്ലെങ്കിൽ ചെവിയുടെ ഭാഗത്ത് റാംസേ ഹണ്ട് സിൻഡ്രോം, അതായത് നമ്മുടെ ചെവിയിലെ ഞരമ്പും മുഖത്തെ ഞരമ്പും ഒന്ന് ഒരു ഫേഷ്യൽ വീക്ക്നെസ് ഉണ്ടാകുന്ന ഒരു അസുഖമുണ്ട്. അതുപോലെ തന്നെ വയറില്, കാലില്, അങ്ങനെ പല ഭാഗത്തും, ഏറ്റവും കൂടുതൽ ചെസ്റ്റില്, പിന്നെ ഈ തലയുടെ ഭാഗത്ത്, പിന്നെ ലംബാർ വയറിന്റെ ഭാഗത്ത്, പിന്നെ വരുന്നത് കഴുത്തിന്റെ ഭാഗത്ത്, പിന്നെ വരുന്ന സാക്രൽ ഏരിയ, നമ്മുടെ ഈ ബട്ടക്സിന്റെ ഏരിയയിലേക്ക് വരുന്ന ഒരുതരം ഇങ്ങനെ ഈ തൊലിപ്പുറം ഇങ്ങനെ പൊള്ളായിട്ട് വളരെ ശക്തിയുള്ള വേദനയോടുകൂടി വരുന്ന ഈ അവസ്ഥാവിശേഷമാണ് ഹെർപ്പിസ് സോസ്റ്റർ. ഓക്കെ, അപ്പൊ ഇത് ഒരു വൈറസ് ഇൻഫെക്ഷൻ ആണ്. സാധാരണഗതിയിൽ ഇത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷെ പല ആൾക്കും ഇതിന്റെ റെസ്പോൺസ് വേറെ ആയിരിക്കും. ചില ആൾക്കത് പുറത്തോട്ട് റാഷസ്, പൊള്ളൽ വരണമെന്നില്ല, അതിന്റെ പേരാണ് ഹെർപ്പിസ് സോസ്റ്റർ സൈൻ ഹെർപ്പറ്റി. അതായത് പുറത്തോട്ട് ഈ ടിപ്പിക്കലായിട്ടുള്ള ആ ഡെർമറ്റോ, ആ ഞരമ്പിന്റെ ഭാഗത്തൂടെ ഇങ്ങനെ വേദന ഉണ്ടാവും, ചിലപ്പോൾ പൊള്ള ഉണ്ടാവും, ചിലപ്പോൾ പൊള്ള ഉണ്ടാവണമെന്നില്ല, ഇല്ലാത്തതിനാണ് സൈൻ ഹെർപ്പറ്റി എന്ന് പറയും. അതുപോലെ തന്നെ ചില ആൾക്ക് എന്ത് പറ്റും വെച്ചാൽ ഇത് കണ്ണിലോട്ട് വരും. അപ്പൊ ഹെർപ്പിസ് സോസ്റ്റർ ഒഫ്താൽമിക്കസ്, കണ്ണിന്റെ കാഴ്ച പോകും, കോർണിയൽ അബ്രേഷൻസ്, കോർണിയൽ അൾസേഴ്സ്, കണ്ണിന്റെ കോർണിയ ഡാമേജ് ചെയ്തിട്ട് കാഴ്ച ശക്തി പോവാം, കേൾവി ശക്തി പോവാം. അതുപോലെ തന്നെ മുഖത്ത് ഫേഷ്യൽ വീക്ക്നെസ്, റാംസേ ഹണ്ട് സിൻഡ്രോം എന്ന് പറയും. ചില ആൾക്ക് ഇതിന്റെ കൂടെ മൂക്കിൽ ഇങ്ങനെ ചെറിയൊരു പൊള്ള ഉണ്ടാവും, അതിന്റെ പിന്നെ ഹച്ചിൻസൺ സൈൻ എന്ന് പറയും. അതുപോലെ പലതരമുണ്ട്. പലപ്പോഴും ചില ആൾക്ക് ഇത് പലതരം നമ്മളെ സ്പൈനൽ കോഡിനെ ബാധിക്കുക, മയലൈറ്റിസ് ഉണ്ടാക്കുക, ഇത് ബ്രെയിനിനെ ബാധിക്കുക. അപ്പൊ എൻസെഫലോപ്പതി അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ്, മെനിങ്കോ എൻസെഫലൈറ്റിസ്, ബ്രെയിനിനെ അത് ബാധിക്കുക. അതായത് എപ്പോഴും ഈ ഹെർപ്പിസ് സോസ്റ്റർ ആയിട്ട് നിൽക്കണം എന്നില്ല എന്നർത്ഥം. അത് ഞാൻ പലതും കണ്ടിട്ടുണ്ട്. പല ആൾക്ക് ഈ പ്ലെക്സൈറ്റിസ്, നമ്മളെ കുറെ ഞരമ്പുകളുടെ കൂട്ടുണ്ട്, അല്ലെങ്കിൽ പോളി റാഡിക്കുലോപ്പതി എന്ന് പറയും. അതായത് നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്ന് നെർവ്സ് വരുന്ന അവിടെ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ ഒരു കൈ കൊഴിഞ്ഞു പോവാം, അല്ലെങ്കിൽ വളരെ ഈ കൈ കോടിപ്പോവാം, കാലിന് ബലക്കുറവ് വരാം. സ്പൈനൽ കോഡ് ബാധിച്ചു കഴിഞ്ഞാൽ മയലൈറ്റിസ് എന്ന് പറയും. അതായത് താഴെ ഭാഗം അല്ലെങ്കിൽ കൈയോ കാലോ അല്ലെ രണ്ടോ തളർന്നു പോവാം. ചില ആൾക്ക് ഇത് ഒരു ഡെർമറ്റോമിലാവില്ല, 1-2 ഉണ്ടാവും. എസ്പെഷ്യലി നമ്മുടെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ്, ഇപ്പൊ HIV അല്ലെങ്കിൽ സ്റ്റീറോയിഡ് കഴിക്കുന്ന ആളുകൾ, ക്യാൻസറിന്റെ മരുന്നുകൾ, റേഡിയേഷൻ മരുന്നുകളൊക്കെ കഴിക്കുന്ന ഇത് ചെയ്യുന്ന ആൾക്കും ചിലപ്പോൾ ഒരു ഡെർമറ്റോമിലാവില്ല, ചിലപ്പോൾ 1-2 അല്ലെങ്കിൽ ദേഹം മുഴുവനും അതുവരെ. ഡിസെമിനേറ്റഡ് ഹെർപ്പിസ് സോസ്റ്റർ എന്ന് പറയും, അല്ലെങ്കിൽ എറ്റിപ്പിക്കൽ ഹെർപ്പിസ് സോസ്റ്റർ, അങ്ങനെ പല തരത്തിലുള്ള ടൈപ്പ് ഉണ്ട്. അതുപോലെ തന്നെ വാസ്കുലോപ്പതി എന്ന് പറയും. വാസ്കുലോപ്പതി എന്ന് വെച്ചാൽ നമ്മുടെ ഈ വെസൽസ്, നമ്മുടെ രക്തക്കൊഴലിൽ ഡാമേജ് ആവാം.
അപ്പോൾ ഞാൻ അടുത്ത 2 കേസുണ്ട്. ഒന്ന് സ്ട്രോക്ക് ആയിട്ട് വരും, അതായത് നമ്മുടെ ഈ ബ്രെയിനിലെ രക്തക്കൊഴലിൽ പെട്ടെന്ന് ഇങ്ങനെ നീർക്കെട്ട് വന്ന് അവിടെ ഇങ്ങനെ ചുരുങ്ങിപ്പോയി ഒരു ദിവസം കുഴഞ്ഞു പോവാം. അല്ലെങ്കിൽ അത് രക്തത്തിൽ പൊട്ടിയിട്ട് ബ്ലീഡിങ് വരാം. രണ്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇസ്കീമിക് സ്ട്രോക്ക് ആയിട്ട് വരാം, ഹെമറാജിക് സ്ട്രോക്ക് ആയിട്ട് വരാം, മെനിഞ്ചൈറ്റിസ് ആയിട്ട് വരാം, ഫേഷ്യൽ പാൾസി ആയിട്ട് വരാം, കേൾവിക്കുറവായിട്ട് വരാം. അല്ലെങ്കിൽ ഇത് ഒരു 20% ആളുകൾ ഇതിന് ശേഷം ഈ ഹെർപ്പിസ് സോസ്റ്ററിന് ശേഷം പോസ്റ്റ് ഹെപ്പറ്റിക് ന്യൂറാൾജിയ എന്നുള്ള അവസ്ഥയിലേക്ക് പോകും. വളരെ ശക്തിയായുള്ള വേദന, അതായത് അസുഖം വന്ന് 1 മാസത്തിന് ശേഷം വേദന തുടർച്ചയായിട്ട് വരികയാണെങ്കിൽ അതിന്റെ പേരാണ് പോസ്റ്റ് ഹെർപ്പിസ് സോസ്റ്റർ ന്യൂറാൾജിയ. ഇത് കൂടുതലും ഒരു 60 വയസ്സിന് മേലുള്ള ആളുകൾക്ക്, എസ്പെഷ്യലി സ്ത്രീകളിലാണ് ഇത് കാണുന്നത്. ഇത് എങ്ങനെ കണ്ടുപിടിച്ചാൽ ഇതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ക്ലിനിക്കൽ ഡയഗ്നോസാണ്. അതായത് ഇവരെ നമുക്ക് ഓരോ ഞരമ്പിന്റെ ഒരു പാർട്ട് മാത്രമായിട്ട് ഇങ്ങനെ പൊള്ളായിട്ട് വേദന വന്ന് ആ വേദന മാറി പിന്നെ അത് പൊള്ളയായിട്ട് വരുന്ന ആ അവസ്ഥ അത് ക്ലാസിക്കലാണ്. അതിന് ഡിഫറൻഷ്യൽ ഡയഗ്നോസ് ഇല്ല. പക്ഷെ അപൂർവമായിട്ട് ചില ഈ ഹെർപ്പിസ് സിംപ്ലെക്സ് ചിലപ്പോൾ അതുപോലെ ചില ബേസിൽ ഇങ്ങനെ വരാം. ഹെർപ്പിസ് സിംപ്ലെക്സ് എന്ന വൈറസ്, ചില കെമിക്കൽ ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ്, ചില അലർജിയുടെ ഒന്നും ചിലപ്പോൾ അതുപോലെ വരാം. ഞാൻ ഒരു കേസ് ഉണ്ട്, സിറിംഗോമൈലിയ എന്നുള്ള നമ്മുടെ സ്പൈനൽ കോഡ് വരുന്ന ഒരു കാവിറ്റേറ്റിംഗ് അസുഖം, ഉള്ളിൽ ഇങ്ങനെ നീർക്കെട്ട് വരുന്ന അസുഖമുണ്ട്, വെള്ളം നിറയുന്ന അസുഖം. അതിങ്ങനെ ഒരു ഡെർമറ്റോമൽ ആയിട്ടുള്ള ഒരു കേസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതങ്ങനെ ഒരു ചൊറിച്ചിലും ഒരു റാഷസ് അങ്ങനെ പൊള്ളയായിട്ട് ഒരു വശത്ത് മാത്രം വരുന്ന ഒരു കേസ്. അങ്ങനെ അപൂർവമായിട്ട് അത് വരാം. പക്ഷേ യൂഷ്വലി ക്ലിനിക്കൽ ഡയഗ്നോസ് ആണ്. പിന്നെ അതിൽ നിന്നുള്ള ഫ്ലൂയിഡ് എടുത്തിട്ട് PCR ടെസ്റ്റോ വൈറൽ കൾച്ചേഴ്സോ ചെയ്ത് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ അതിനൊന്നും യൂഷ്വലി ആവശ്യം ഉണ്ടാവാറില്ല. പിന്നെ ഇത് വരുന്ന ആൾക്ക് നമ്മൾ വല്ല ഇമ്മ്യൂണോ കോംപ്രമൈസ് സ്റ്റേറ്റ്, അതായത് എന്തെങ്കിലും അസുഖങ്ങളോ ഡയബറ്റിസോ ക്യാൻസറോ ല്യൂക്കീമിയ ലിംഫോമ മയലോമ മരുന്നുകൾ കഴിക്കുന്നുണ്ടോ, HIV ഉണ്ടോ, എയ്ഡ്സ് ഉണ്ടോ, ഇങ്ങനെയുള്ള നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധം കുറയുന്ന അവസ്ഥകളുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അത് 90-95% കുഴപ്പമൊന്നും ഉണ്ടാകില്ല. പക്ഷെ അപൂർവമായിട്ട് ഇതുപോലത്തെ അസുഖങ്ങൾ ഉള്ള ആൾക്ക് അത് വേഗം വരാം. ഓക്കെ. അതുപോലെ തന്നെ പ്രഗ്നന്റ് ആളുകൾക്ക് ഇത് വരാതിരിക്കാൻ ശ്രമിക്കണം. കാരണം വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് ഇതിന്റെ ഭവിഷ്യത്തുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് തടയാനുള്ള മാർഗങ്ങളുണ്ട്. തടയാനുള്ള മാർഗം ചില സോസ്റ്റോവാക്സ് എന്ന വാക്സിൻ ഉണ്ട്. അതൊരു 50 വയസ്സിന് മുകളിൽ കൊടുക്കുകയാണെങ്കിൽ ഒരു 70% ഇതിന്റെ ഈ പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജിയ അതുപോലെ കോംപ്ലിക്കേഷൻ എല്ലാം കുറയുന്നതാണ്, അല്ലെങ്കിൽ അസുഖം വരുന്നത് തടയുന്നതാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇതിന് വാക്സിൻ അവൈലബിൾ ആണ്. പിന്നെ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഇത് അസുഖം വന്ന ഉടനെ തന്നെ പലതരം മരുന്നുണ്ട്. എസൈക്ലോവിർ, ഫാംസൈക്ലോവിർ, വാലാസൈക്ലോവിർ, ഇതുപോലെ മരുന്നുണ്ട്. ഷോർട്ട് കോഴ്സ് സ്റ്റീറോയിഡ്സ് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ചില ആൾക്ക് ഇതിന്റെ സെക്കൻഡറി ഇൻഫെക്ഷൻസ് വരും. അപ്പോൾ ആ ഇൻഫെക്ഷൻ നമ്മൾ ട്രീറ്റ് ചെയ്യണം. ചിലർക്ക് പെയിൻ ഉണ്ടാവും, അപ്പോൾ അതിന് സിമ്പിൾ അനാൽജസിസ് കൊടുക്കണം. പിന്നെ ഇതിന് ശേഷം ചില ആൾക്ക് 1 മാസത്തിന് ശേഷം വളരെ ശക്തിയായുള്ള വേദന ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഒരു ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ഒരാളെങ്കിലും ഇതേ അസുഖമായിട്ട് വരാറുണ്ട്. വളരെ പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജിയ, അതായത് വളരെ ശക്തിയുള്ള പെയിൻ. എല്ലാതരം മരുന്നുകളും ഒരു പരീക്ഷ ഉണ്ടാവും. അതായത് പലതരം ആന്റി എപ്പിലെപ്റ്റിക്സ്, അനാൾജിസിക്സ്, NSAIDs, അങ്ങനെ പലതരം സ്റ്റീറോയിഡ്സ് പലതും. പക്ഷേ ഇതിനൊന്നും ഇത് എഫക്റ്റീവ് അല്ല എന്ന് മനസ്സിലാക്കണം. 2 മരുന്ന് മാത്രമേ എഫക്റ്റീവ് ഉള്ളൂ, ട്രൈസൈക്ലിക്സ് മാത്രം. പിന്നെ ചിലർക്ക് ക്യാപ്സൈസിൻ ക്രീം അല്ലെങ്കിൽ ഗാബാപെന്റിൻ ക്രീം, ഇത് യൂസ്ഫുൾ ആണ്. അല്ലാതെ ബാക്കിയുള്ള കാർബോസെപ്പിൻ, പ്രിഗബാലിൻ, ഗാബാപെന്റിൻ നത്തിങ് വിൽ വർക്ക്, ഒന്നും വർക്ക് ചെയ്യില്ല. ഓൺലി ട്രൈസൈക്ലിക്സ്. ഓക്കെ. അപ്പോൾ ഈ ഷിംഗിൾസ് അല്ലെങ്കിൽ ഇതിന്റെ വേറെ പേരാണ് ഷിംഗിൾസ്. ഹെർപ്പിസ് സോസ്റ്ററിന്റെ വേറെ പേരാണ് ഷിംഗിൾസ്. അപ്പോൾ ഈ ഷിംഗിൾസ് അല്ലെങ്കിൽ ഹെർപ്പിസ് സോസ്റ്റർ അല്ലെങ്കിൽ അസ്ഥിക്കുരുപ്പ് അല്ലെങ്കിൽ ഞരമ്പ് ചൊള്ള എന്നുള്ള അസുഖത്തെക്കുറിച്ചുള്ള ഏകദേശ ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത് വന്ന ആളുകൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഗർഭിണികളിൽ നിന്ന് അവർ മാറിക്കണം. ചെറിയ കുട്ടികൾ, അതുപോലെ ഇൻഫൻസ്, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ്, അതായത് ചില മരുന്നുകൾ കഴിക്കുന്ന ആളോട് കോണ്ടാക്ട് ഉണ്ടാവരുത്. കാരണം കോണ്ടാക്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഇവർക്ക് ഇത് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അവർക്ക് വരുന്നത് ഹെർപ്പിസ് സോസ്റ്റർ ആയിട്ടില്ല, അവർക്ക് ചിക്കൻ പോക്സ് ആയിട്ടായിരിക്കും വരിക. കാരണം ഒരേ വൈറസ്, ഹെർപ്പിസ് സോസ്റ്റർ വൈറസ് ആണ്, ഈ വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ്. ഈ വാരിസെല്ല സോസ്റ്റർ വൈറസ് ഫസ്റ്റ് കിട്ടുമ്പോൾ അത് മൊത്തം വരുന്ന ചിക്കൻ പോക്സ് ആയിട്ടും, രണ്ടാമത് ഉള്ളിന്ന് വീണ്ടും റിയാക്ടിവേഷൻ, അതായത് വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ് വരുമ്പോഴേ അത് വരുന്നത് സോസ്റ്റർ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ ഒരു സോസ്റ്റർ ഉള്ള ആൾക്ക് ഇയാളിന് വേറെ ആൾക്ക് സോസ്റ്റർ അല്ല കിട്ടുക, ഷിംഗിൾസ് അല്ല കിട്ടുക, അവർക്ക് കിട്ടുന്ന ചിക്കൻ പോക്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ അസുഖം ആദ്യം തന്നെ ചിക്കൻ പോക്സ് ആയിട്ടായിരിക്കും വരിക. അതിനുശേഷം രണ്ടാമത് വരുമ്പോഴായിരിക്കും ഈ ഹെർപ്പിസ് സോസ്റ്റർ ആയിട്ട് വരിക. ഇതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ഹെർപ്പിസ് സോസ്റ്ററിനെ കുറിച്ച് ഏകദേശം ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഏകദേശം ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതെന്താണെന്ന് കണ്ടുപിടിച്ച് നേരത്തെ ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ മാറും. അത് ബ്രെയിനിലോട്ടും ലങ്സിലോട്ടും സ്കിന്നിലേക്കും
കണ്ണിലോട്ടും മറ്റു ഭാഗത്തേക്കും സ്പൈനൽ കോഡ് വരെ അത് എത്താം, സ്ട്രോക്ക് വരാം, ഇതൊക്കെ വരാനുള്ളൊരു റയർ കോംപ്ലിക്കേഷൻ, കോമൺ കോംപ്ലിക്കേഷൻ അല്ല, റയർ കോംപ്ലിക്കേഷൻ. ഇതെല്ലാം ഇതുമായിട്ട് വരാം, നമ്മൾ കാണാറുണ്ട്, അപൂർവമായിട്ട് കാണാറുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് കൺക്ലൂഡ് ഹിയർ. താങ്ക് യു വെരി മച്ച്. ബൈ.